എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ കുറേ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിങ് മൊമെൻറ്റ്. നമ്മളായിട്ടിപ്പോൾ നമുക്ക് തീവ്രവാദികളെ പോയി തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെപ്പോലത്തെ ഇന്നസെൻറ്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എൻ്റെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. ഇത് ഇങ്ങനെ ഒരു തിരിച്ചടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്കാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ മുൻകരുതലെടുക്കുകയും കുറേ കാര്യങ്ങൾ തീരുമാനിച്ചൊക്കെ ചെയ്തതാണ്. ഒരു സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആണ് നടന്നിരിക്കുന്നത്. ഒരു പൗര എന്നതിനപ്പുറം എന്താണ് പറയാനുള്ളത്? എനിക്ക് പൗരയായിട്ട് തന്നെ പറയാനുള്ളൂ. എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെൻറ്റിൽ ഇന്ത്യൻ ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് കൂടുതൽ എനിക്കിനി ഒന്നും പറയാനോ ഇല്ല. ഇതിൽ ഇപ്പം ഈ സ്ഥലത്ത് പോയ ഒരാൾ കൂടിയാണ്. അപ്പം എന്താണ് ആ സ്ഥലത്തിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെയൊരു അറ്റാക്കിനെ കുറിച്ച്? അതിനെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് അത്രയുള്ള ഇതൊന്നുമില്ല. ലൈക്ക് ആകെ എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോലത്തെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പോൾ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെൻ്റ് ആൾക്കാരെ നമ്മളെന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി.